ജർമ്മൻ ഫുട്ബോളിൽ പുതിയൊരു ചരിത്രം പിറന്നിരിക്കുന്നു. ബുണ്ടസ്ലീഗയിൽ ആദ്യ കിരീടം ഉറപ്പിച്ച് ബയർ ലെവർകൂസൻ അപരാജിത മുന്നേറ്റം നടത്തിയാണ് ബയേൺ മ്യൂണിക്കിന്റെ അപ്രമാദിത്വത്തിന് ഈ സീസണിൽ ടീം വിരാമമിട്ടത്. 5 മത്സരങ്ങൾ ഇനിയും ശേഷിക്കുകയാണ് ടീം കിരീടം ഉറപ്പിച്ചത്. 29-ാം മത്സരത്തിൽ വെർഡൻ ബ്രമനെതിരായ മത്സരത്തിൽ എതിരില്ലാത്ത 5 ഗോളുകളുടെ തകർപ്പൻ ജയം സ്വന്തമാക്കിയാണ് ചരിത്രത്തിലാദ്യമായി ലെവർകൂസൻ കിരീടം സ്വന്തമാക്കിയത്. 29 മത്സരങ്ങളിൽ നിന്ന് 79 പോയിന്റാണ് ലെവർകൂസൻ ഇതുവരെ നേടിയെടുത്തത്. രണ്ടാം സ്ഥാനത്തുള്ള ബയേൺ മ്യൂണിക് 29 മത്സരങ്ങളിൽ നിന്ന് 63 പോയിന്റ് നേടാൻ മാത്രമാണ് കഴിഞ്ഞത്. ബയേൺ മ്യൂണിക്കുമായി 16 പോയിന്റിന്റെ കൃത്യമായ വ്യത്യാസത്തോടെയാണ് ലെവർകൂസന്റെ ഈ നേട്ടം. ലീഗിൽ 29 മത്സരങ്ങളിൽ 25 ജയവും 4 സമനിലയും ഒറ്റ തോൽവിയുമില്ലാതെയാണ് ടീമിന്റെ മുന്നേറ്റം. ബുണ്ടസ്ലീഗയടക്കം ഈ സീസണിൽ ആകെ ടീം കളിച്ചത് 43 മത്സരങ്ങളാണ്. ഒരു മത്സരം പോലും അവർ ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല. യൂറോപ്പിലെ പ്രധാന ലീഗുകളെടുത്താൽ ഈ സീസണിൽ ഒരു മത്സരത്തിലും തോൽവിയേറിയാത്ത ഏക ടീമും ലെവർകൂസൻ തന്നെയാണ്. സാബി അലോൺസ എന്ന പരിശീലകന്റെ മാസ്റ്റർ മൈൻഡ് ഗെയിം പ്ലാനാണ് ടീം മൈതാനത്ത് വിജയകരമായി നടപ്പിലാക്കിയത്. ആദ്യമായാണ് സാബി ഒരു സീനിയർ ടീമിനെ പരിശീലിപ്പിക്കുന്നത്. സൂപ്പർ താരങ്ങളില്ലാത്ത ടീമിനെയും കൊണ്ട് 42-കാരനായ സാബി ജർമ്മനിയിൽ അക്ഷരാർത്ഥത്തിൽ അത്ഭുതങ്ങൾ തന്നെയാണ് സൃഷ്ടിച്ചത്. തുടർച്ചയായി 11 സീസണുകളിൽ കിരീടം സ്വന്തമാക്കിയ ബയേണിന്റെ കുതിപ്പിന് കൂടിയാണ് ഇത്തവണ ലെവർകൂസൻ അവസാനം കുറിച്ചത്. ആദ്യ ബുണ്ടസ്ലീഗ കിരീടത്തിനൊപ്പം 1993 ശേഷം ടീം നേടുന്ന ഒരു ട്രോഫി കൂടിയാണ് ഇത്. 93-ൽ ജർമ്മൻ കപ്പ് നേടിയതാണ് ടീമിന്റെ അവസാന കിരീട നേട്ടം. നിലവിൽ ജർമ്മൻ കപ്പിന്റെ ഫൈനലിൽ നിൽക്കുന്ന ടീം യൂറോപ്പ ലീഗിന്റെ ക്വാർട്ടറിൽ ആദ്യ പാദവും വിജയിച്ചു നിൽക്കുന്നു. ഈ സീസണിൽ ഇനിയും കിരീടങ്ങൾ നേടാൻ അവർക്ക് സമയമുണ്ട്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബ് ടോട്ടനം വിട്ടെത്തിയ ഹാരി കെയ്ന് ഈ സീസണും കിരീടമില്ലാതെ അവസാനിപ്പിക്കേണ്ടി വരും. ചാമ്പ്യൻസ് ലീഗ് കിരീടം മാത്രമാണ് ഹാരി കെയ്ന് സീസണിലുള്ള ഏക പ്രതീക്ഷ. ടോട്ടനത്തിന്റെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനായ ഹാരി കെയ്ൻ പ്രധാന കിരീടങ്ങളൊന്നും ഇതുവരെ നേടിയിട്ടില്ല.